സിംഹം ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു, പുലി ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു, കടുവ ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു, ആന ശത്രുവിനെ കാണുമ്പോൾ തുമ്പിക്ക ഉയർത്തുന്നു. എന്നാൽ കാട്ടുപോത്ത് ശത്രുവിനെ കാണുമ്പോൾ തല കുനിക്കുന്നു. ഹല്ലേലൂയ! അവൻ തല കുനിക്കുന്നത് കണ്ടിട്ട് അവൻ തീർന്നു എന്നല്ല അത് കരുതേണ്ടത്. ഹല്ലേലൂയ! അവൻ തല കുനിക്കുന്നത് കണ്ടിട്ട് തീർന്നു എന്നല്ല. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, അവൻ തല കുനിക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല, തൻ്റെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയാണ് അവൻ തല കുനിക്കുന്നത്. ഹല്ലേലൂയ! അവൻ തല കുനിച്ച് ഇങ്ങനെ ഒരു വരവ് വരും. അവന്റെ മുൻപിലുള്ള ശത്രുക്കളോർക്കും അവൻ തീർന്നു പോയെന്ന്, അവൻ ഇല്ലാതായെന്ന്, അവന്റെ തല പൊങ്ങില്ലെന്ന്. കാട്ടുപോത്ത് തല കുനിക്കുമ്പോർക്കും, പക്ഷേ കാട്ടുപോത്ത് തല കുനിക്കുന്നത് അവന്റെ മുൻപിലുള്ള ശത്രുവിനെ തീർക്കാനാ. കാട്ടുപോത്ത് തല കുനിക്കുന്നത്. ഹല്ലേലൂയ! അവൻ തല കുനിച്ചൊരു വരവുണ്ട്. ഹല്ലേലൂയ! നിങ്ങളുടെ തല എവിടെ കുനിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തല എവിടെ താഴ്ന്നു പോയിട്ടുണ്ടോ? നിങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെ കരഞ്ഞിട്ടുണ്ടോ? ആരുടെ മുൻപിലാണ് നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവം നിന്നോട് പറയുകയാ, നീ തീരാനല്ല അത് സംഭവിച്ചത്. നീ ഇല്ലാതാവാനോ, നീ അപമാനിക്കപ്പെടാനോ, നീ നശിച്ചു പോകാനോ അല്ല അത് സംഭവിച്ചത്. നീ അവിടെ നിന്ന് കാട്ടുപോത്തിന്റെ തല കുനിച്ചിട്ട് അവനൊരു എഴുന്നേൽപ്പുണ്ട്. ശത്രുവിന്റെ മുൻപിലേക്ക് ഒരു പരക്കം പാച്ചിലുണ്ട്. ഹല്ലേലൂയ! അവൻ ആ കൊമ്പുമായിട്ടൊരു കുലുക്കിയൊരു വരവുണ്ട്. എന്നിട്ട് പിന്നെ കുനിഞ്ഞ കാട്ടുപോത്ത് ആ കൊമ്പുമായിട്ട് ഉയരുന്നത് ശത്രുവിനെ കോർത്തുകൊണ്ടാ. ഹല്ലേലൂയ! ശത്രുവിനെ തകർത്തുകൊണ്ടാ കാട്ടുപോത്ത് എഴുന്നേൽക്കുന്ന. ഹല്ലേലൂയ! ഇതാണ് ഈ വചനം. അവിടെ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ ഉയർത്തും. തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും. എപ്പോ വരെ? മരണം വരെ നമ്മെ തോൽപ്പിക്കാൻ ആളുകൾ ഉണ്ടാകും, നമ്മെ തകർക്കാൻ ആളുകൾ ഉണ്ടാകും, നമ്മുടെ പരാജയങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടാകും, നമ്മൾ നശിക്കുന്നത് കണ്ട് കൈയടിക്കാൻ ആളുകൾ ഉണ്ടാകും. എപ്പോ വരെ? മരണം വരെ. പക്ഷേ അവരുടെ കൈയടിക്ക് മുൻപിൽ നിൽക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. അവരുടെ കൈയടിക്ക് മുൻപിൽ, അവരുടെ സന്തോഷത്തിന്റെ മുൻപിൽ വിട്ടുകൊടുക്കേണ്ടവരല്ല നമ്മൾ. ആരെല്ലാം നമ്മൾ തകർന്നെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മൾ തീർന്നു പോയെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മൾ നശിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം, നമ്മൾ സമ്മതിക്കാത്തടത്തോളം കാലം നമ്മളെ തകർക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ തീർത്ത് കളയാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ! പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണം. അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണം. അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. ജീസസ്. ആത്മാവിനെ ആശ്വാസദായകനേ, എന്നാലും നാഥാ നിൻ ജീവനേ നിത്യ സഹായകനേ, എന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ,
എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളുടെ മേലും ദൈവത്തിന്റെ അഭിഷേകം വീശട്ടെ. ഒരു പുതിയ ശക്തിയോടെ, പുതിയ കൃപയോടെ, പുതിയ ഉണർവോടെ ദൈവാത്മാവിനെ മുന്നേറുവാനുള്ള ശക്തി കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഉണർവിന്റെ നീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിധി ഫലമേകുവാനായി അനുസൂതമൊഴുകി വരൂ. ഉണർവിന്റെ നീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിധി ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. എന്നാലും നാഥാ ആത്മാവിനേ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. കർത്താവേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങളെ ജ്വലിപ്പിക്കണമേ ജീസസ്. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. എന്നാലും നാഥാ ആത്മാവിനേ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. എന്നാലും നാഥാ ആത്മാവിനേ ആശ്വാസദായകനേ. എന്നാലും നാഥാ നിൻ ജീവനേ നിത്യസഹായകനേ. ആത്മാവിനെ നൽകണേ. ആത്മാവിനെ നൽകണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകൈ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ 25ാമത്തെ ഈ ശക്തീകരണ ധ്യാനത്തിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
2025 കൃത്യമായി 25ാമത്തെ ശക്തീകരണ ധ്യാനം എൽഷദായ് മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ശുശ്രൂഷ സിൽവർ ജൂബിലി 25 ധ്യാനങ്ങൾ നമുക്ക് ദൈവം നടത്താനുള്ള ഭാഗ്യം തന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അത് 25 നിൽക്കേല, 50 നിൽക്കേല. പ്രൈസ് ദി ലോർഡ്, 100 കവിയും. ഹല്ലേലൂയ, സെഞ്ചുറി അടിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഈ പുതിയ വർഷത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഈ പുതിയ വർഷത്തിൽ ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സ്വരം കേട്ട് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും, എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരാണെങ്കിലും നിങ്ങൾ ദൈവം കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്നറിയോ? ഈ പുതിയ വർഷത്തിൽ നമ്മൾ പുതിയ ഒരു ഉണർവിലേക്ക് നീങ്ങണം. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൽ ഒരു പുതിയ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഈ പുതിയ വർഷത്തിൽ പുതിയ ശക്തി നമ്മൾ സ്വീകരിക്കണം. എന്തിനു വേണ്ടിയാ? കർത്താവിന് സഭയ്ക്കും വേണ്ടി ധീരതയുള്ള പോരാളികളായി, വിശ്വാസത്തിൻ്റെ പടയാളികളായി, യേശു ക്രിസ്തുവിൻ്റെ അനുയായികളായി, ഈ കാലഘട്ടത്തിൽ കറയറ്റ ദൈവമക്കളായി ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ നമ്മളെ ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ റെഡിയാണോ ഇതിന്? ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ അഭിഷേകം പ്രാപിച്ച്, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനും തിരുസഭയ്ക്കും വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓടാൻ നിങ്ങൾ റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്നൊരു അത്ഭുത വചനം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 30-ാം തിരുവചനം ഇതാണ്: പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും നിങ്ങൾ ജനതകളുടെ ഇടയിൽ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. ഹല്ലേലൂയ, യെസ്. ഈ വർഷത്തിൽ ഈ വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏത് വചനമാണ്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 30-ാം തിരുവചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ്? പട്ടിണി മൂലമുള്ള അപകീർത്തി ഇനി ഒരിക്കലും ജനതകളുടെ ഇടയിൽ നിങ്ങൾ സഹിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകൾ സമൃദ്ധമാക്കും. സമൃദ്ധിയുടെ അഭിഷേകം കർത്താവ് ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിന്റെ മേൽ പകരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 36-30 വചനം ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും അഭിഷേകമായി, അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കണ്ട, നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കും. എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി, വർഷങ്ങൾക്ക് മുൻപ് ഈ ചേച്ചി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. അപ്പോൾ ഈ ചേച്ചിയുടെ ഭയങ്കര സങ്കടം ഇതാണ്, അവർക്ക് തെങ്ങ് കൃഷിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ചേച്ചിയുടെ പറമ്പിലുള്ള ഒരു തെങ്ങിലും തേങ്ങയില്ല. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ചെയ്തിട്ട്, എത്ര വളമിട്ടിട്ടും, എങ്ങനെയൊക്കെ തടമിട്ട് കൊടുത്തിട്ടും, എന്തൊക്കെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല. ചേച്ചിയുടെ അപ്പുറത്തുള്ള ചേച്ചിയുടെ ശത്രുവായ മറ്റൊരു ചേച്ചി, അവർ പള്ളിയിൽ പോവുകയില്ല, സകലവിധത്തിലുള്ള മന്ത്രവാദത്തിനും കൂടോത്രത്തിനും സകല പരിപാടിക്കും പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ തെങ്ങ് മുഴുവൻ പൂത്തു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചേച്ചി പറഞ്ഞു, ബ്രദർ, ഇതെന്ത് പരിപാടിയാ? കർത്താവിന് വേണ്ടി നിൽക്കുന്ന എൻ്റെ പറമ്പിലെ ഒരു തെങ്ങിലും തേങ്ങയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചേച്ചിക്കൊരു വചനം പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്കാവശ്യമുള്ളതെല്ലാം നൽകും. ചേച്ചി ഈ വചനം എഴുതിയിട്ട് ഈ തെങ്ങിൽ ഇത് ഒട്ടിച്ചു വെക്കണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ള തേങ്ങ നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ചേച്ചി ഇത് തെങ്ങിലങ്ങ് എഴുതിയിട്ടു. എന്നിട്ട് ആ പറമ്പിന് ചുറ്റും ഫിലിപ്പി 4:19 വചനം പറഞ്ഞു നടന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ള തേങ്ങ നൽകും, എൻ്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളത് നൽകും, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും, എൻ്റെ ദൈവം എന്നെ നടത്തും, എൻ്റെ ദൈവം എൻ്റെ തോട്ടത്തെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ചേച്ചി വചനം വെച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 6 മാസത്തിനുള്ളിൽ ആ ചേച്ചിയുടെ പറമ്പിലുള്ള സകല തെങ്ങുകളും പൂത്തു കാഴ്ചു. സകല തെങ്ങുകളിലും നിറയെ തേങ്ങ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ചേച്ചിയുടെ തെങ്ങുകളിൽ തേങ്ങ വീണപ്പോൾ അപ്പുറത്തെ തെങ്ങുകളൊക്കെ കാലിയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ വന്നിട്ട് ചോദിച്ചു, എന്താ ഈ സംഭവം? പ്രൈസ് ദി ലോർഡ്. ചേച്ചി പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കർത്താവിൻ്റെ വചനം ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചു, അതിൻ്റെ അനുഗ്രഹമാണിത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, എസെക്കിയേൽ 36:30 വചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കുമെന്ന് കർത്താവ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെയും നിന്റെയും ദൈവം, നമ്മുടെ കർത്താവ്, സർവശക്തനായ ദൈവം എൽ ശദ്ദായ് ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും, അത് നടന്നിരിക്കും, അത് നടക്കുക തന്നെ ചെയ്യും. അവൻ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനം നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ അവിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏത് മേഖലകളിലാണെങ്കിലും, ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ജോലി ഇല്ലേ? കടബാധ്യത നിങ്ങളെ ഞെരുക്കുന്നുണ്ടോ? രോഗം നിങ്ങളെ തളർത്തുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ? നിങ്ങളുടെ മക്കൾ, ജീവിത പങ്കാളി വഴിവിട്ട ബന്ധത്തിലേക്ക് പോയോ? പലരും ദുശീലങ്ങളിൽ അടിമപ്പെട്ടവരാണോ? അന്ധവിശ്വാസത്തിനും മന്ത്രവാദത്തിനും കൂടോത്രത്തിനും അതുപോലെയുള്ള ക്ഷുദ്രവിദ്യകൾക്ക് അടിമപ്പെട്ട് നിങ്ങൾ പോയോ? കൽപ്പനകൾ നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത ഇടപെടൽ നിങ്ങൾ കാണും. കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ തയ്യാറാണെങ്കിൽ നീ ഇന്നു മുതൽ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങൾ ഒരു അനുഗ്രഹം കാണും, അത്ഭുതം കാണും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചിലത് നടക്കും, സംഭവിക്കാത്തത് സംഭവിക്കും. നിങ്ങൾ വിചാരിച്ചത് പലതും നടന്നിട്ടില്ലെങ്കിൽ അതിന് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ, അതിന് നടക്കാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞേ. ഈ ശബ്ദം പോരാ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ധ്യാനങ്ങളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ? ബൈബിളിൽ പറയുന്നൊരു മനോഹരമായൊരു വചനമുണ്ട്, എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മോനോട് ഒരു കാര്യം പറയട്ടെ, നീ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇന്ന് ഈ ധ്യാനത്തിൽ വന്നില്ലേ? ഈ ദിവസങ്ങളിൽ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ വിട്ടുകൊടുത്തില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് പറയുകയാണ്, കർത്താവ് നിന്നെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മോനെ കൈവിടില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടി പോവുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഭാവി തരാൻ വേണ്ടി പോവാം. യെസ്, കമോൺ, പെട്ടെന്ന് കയറി വന്ന് നിൻ്റെ മേലെ ദൈവം ഒരു അഭിഷേകം തരാൻ വേണ്ടി പോവാം. ഹല്ലേലൂയ. യെസ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നിറയപ്പെടാൻ വേണ്ടി പോവുക. പ്രൈസ് ദി ലോർഡ്. ഈ പുതിയ വർഷത്തിൽ ദൈവം നിൻ്റെ ജീവിതത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവുക.
കർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ, പ്രിയ സഹോദര, എനിക്ക് നിൻ്റെ പേരറിയില്ല, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാനിവിടെ കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നിന്നെക്കുറിച്ച് എന്നോട് പറയാൻ പറഞ്ഞു, നിൻ്റെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പോവുക, നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവുക, നിൻ്റെ കുടുംബത്തിൽ ദൈവം ഇടപെടാൻ വേണ്ടി പോവുക. നീ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങൾ മാറ്റി വെച്ചില്ലേ, കർത്താവ് ഒരിക്കലും കൈവിടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കലും കൈവിടില്ല. വിശ്വസിക്കുന്നുണ്ടോ? ശരിയാണോ? ജീവിതത്തിൽ ഒത്തിരി തകർച്ചകളും വേദനകളിലൂടെയല്ല കടന്നു പോണേ, ആണോ? വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് കർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണുനീര് കർത്താവ് ഒപ്പു സഹോദര. കർത്താവ് മാറ്റും. ഒരു പുതിയ ജീവിതം ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയുന്ന ആ വചനം നിൻ്റെ വൃക്ഷങ്ങളുടെ ഫലങ്ങളും വയലുകളിലെ വിളവുകളും സമൃദ്ധമാക്കാൻ വേണ്ടി ദൈവം പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷേകമാണ് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളോടും ദൈവം സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു കേട്ടോ. സന്തോഷത്തോടെ പോയിക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇടപെടൽ ഇങ്ങനെയാണ്, പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഹബൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണിത്. പ്രൈസ് ദി ലോർഡ്. ഹബൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി. ഹല്ലേലൂയ. 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 അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഷാജി തുമ്പേച്ചീറിൽ അച്ഛൻ വർഷങ്ങൾക്ക് മുന്നേ ആത്മാവിനാൽ നിറഞ്ഞ ഈ വചനം ദൈവജനത്തോട് പങ്കുവെച്ച് ഈ വചന ലോകം മുഴുവൻ തീയായിട്ട് മാറി. ഹബൂക്ക് 1:5 വചനം. അതിനുശേഷം അച്ഛന് ഷാലോം നൈറ്റ് വിജിൽ നടക്കുന്ന സമയത്ത് ഈ വചനം പാട്ടായി മാറി. ലോകം മുഴുവൻ ഇന്ന് ഏറ്റുപാടുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ ഗാനം നമ്മളെല്ലാവരും പാടിയതാണ്. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സംശയിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഗാനം ഈ ലോകം മുഴുവൻ പ്രിയപ്പെട്ടവരെ ആലപിച്ച് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ സകല മക്കളും നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സകലരും നിറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യം ദൈവത്തിന് നടത്തിത്തരാൻ ഒരു നിമിഷം മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിച്ചില്ലേ? എന്താ വിചാരിച്ചേ സഹോദരി? ഇത് നടക്കേല, അല്ലെങ്കിൽ ഇത് എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കിത് സാധിക്കില്ല, എനിക്ക് ഉയരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ നടക്കില്ല എന്ന് നീ വിചാരിച്ച കാര്യം ദൈവത്തിന് നടത്തിത്തരാൻ, യേശുവിന് നടത്തിത്തരാൻ, നമ്മുടെ കർത്താവിനത് സാധിച്ചു തരാൻ ഒരു ചെറിയ നിമിഷം മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ലോകം കാണെ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശു ഒരു പ്രവൃത്തി ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യും. നമ്മുടെ ബുദ്ധിക്കപ്പുറം, നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ്.
നമ്മൾ കാണാത്തത് ചിലത് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇവിടെ ഇന്ന് കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണെന്നറിയോ? ഇത്രയും പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കാൻ ദൈവം അനുവദിച്ചത് എന്തിനാണെന്നറിയോ? നീ ഇതുവരെ കാണാത്ത ചിലത് കാണാൻ, നീ ഇതുവരെ കേൾക്കാത്ത ചിലതെല്ലാം കേൾക്കാൻ, നീ ഇതുവരെ അറിയാത്ത ചിലതെല്ലാം നിന്നെ അറിയിച്ചു തരാൻ, നീ ഇതുവരെ അനുഭവിക്കാത്ത ചിലതെല്ലാം അനുഭവിക്കാൻ നിന്റെ മേൽ ദൈവത്തിനൊരു പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപകള് നൽകാനാ ദൈവം നമ്മളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ വെറുതെ ഇങ്ങോട്ട് ആരും കയറി വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും വെറുതെ ഇങ്ങോട്ട് അല്ല, സോറി, പ്രൈസ് ദി ലോർഡ്, വെറുതെ കയറി വന്നതല്ല. യോഹന്നാന്റെ സുവിശേഷം 6:44 നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വചനമാണ് എന്ത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. അപ്പം നമ്മൾ ഇത്രയും പേർ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാന്തം ഇരുമ്പിനെ ആകർഷിച്ചിങ്ങനെ വലിച്ചെടുക്കും. ഇതുപോലെ കർത്താവ് നമ്മളെ വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാ. കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതാ. എന്തിന്? എവിടെ നിന്ന്? എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതിന്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, നമ്മുടെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റാൻ, നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ, നമ്മുടെ ബലഹീനതയെ ശക്തിപ്പെടുത്താൻ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതാ. ഇനി നമ്മൾ പഴയതുപോലെ ജീവിക്കേണ്ടവരല്ല. ഇനി നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. വി ആർ ദ ചൈൽഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ മക്കളെ പോലെ കൃപയോടെ നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ ആളുകൾ അവിടെ ഉണ്ടാവും. ആര്? നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാശം കാണാൻ ആഗ്രഹിച്ചവർ. ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, നീ ഒരു നാളും ഗുണം പിടിക്കേല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നീ ഒരിക്കലും ഗതി പിടിക്കേല. നീ ഒരിക്കലും ജീവിതത്തിൽ ഉയരാൻ പോകുന്നില്ല. നീ നാശിച്ചേ പോകും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയാറുണ്ട്. എന്താ പറയുന്നേ? എടാ, ഇതെല്ലാം നിൻ്റെ തലേ വരയാ. പ്രൈസ് ദി ലോർഡ്. അത് തേച്ചാലും മായ്ച്ചാലും പോവേല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? നിൻ്റെ തലയിൽ വരച്ചേക്കുക. ഈ ലോകം മുഴുവൻ അങ്ങനെ പറയും. പക്ഷേ ജെഫിൻ ബ്രദർ പറയും അങ്ങനെ ഒരു വര തലയിലില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വരയുണ്ടെന്ന് ഈ ലോകം പറഞ്ഞാലും ആ വരയെ മായ്ച്ചിട്ട് പുതിയ വരയെ വരയ്ക്കാൻ നിന്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരാജയത്തിന്റെ വര നിന്റെ തലയിലുണ്ടെങ്കിൽ ആ വരയെ മായ്ച്ചിട്ട് വിജയത്തിന്റെ വര ദൈവം വരച്ചു തരും. ഹല്ലേലൂയ. ശാപത്തിന്റെ വരയെ മാറ്റി അനുഗ്രഹത്തിന്റെ വര കർത്താവ് തരും. അപമാനത്തിന്റെ വര മാറ്റി അഭിമാനിക്കാൻ തക്കവിധം വര കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് മുതൽ കർത്താവ് നമുക്ക് വേണ്ടി വരച്ചു തുടങ്ങുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി വരക്കും. പ്രൈസ് ദി ലോർഡ്. ശാപത്തിൻ്റെ വരയല്ലാതെ അനുഗ്രഹത്തിൻ്റെ, പരാജയത്തിൻ്റെയോ തോൽവിയുടെയോ വരയല്ലാതെ വിജയത്തിൻ്റെ വര, ദുഃഖത്തിൻ്റെയോ കണ്ണുനീരിൻ്റെയോ നെടുവീർപ്പിൻ്റെയോ വരയല്ല അത്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും വര കർത്താവ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യും. കർത്താവ് അത് ചെയ്യും.
ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കർത്താവ് വലിയവനാ. അവൻ നമ്മെ ആരെയും തള്ളിക്കളയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളാരെയും മാറ്റി നിർത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളാരെയും മാറ്റി നിർത്തില്ല. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും തോൽപ്പിക്കാൻ ആളുകളുണ്ടാകും. എപ്പോൾ വരെ? മരണം വരെ നമ്മെ തോൽപ്പിക്കാൻ ആളുകളുണ്ടാവും. നമ്മെ തകർക്കാൻ ആളുകൾ ഉണ്ടാകും. നമ്മുടെ പരാജയങ്ങൾ കാണാൻ ആളുകൾ ഉണ്ടാകും. നമ്മൾ നശിക്കുന്നത് കണ്ട് കൈയടിക്കാൻ ആളുകൾ ഉണ്ടാകും. എപ്പോൾ വരെ? മരണം വരെ. പക്ഷേ അവരുടെ കയ്യടിക്ക് മുൻപിൽ നിൽക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. അവരുടെ കയ്യടിക്ക് മുൻപിൽ, അവരുടെ സന്തോഷത്തിൻ്റെ മുൻപിൽ വിട്ടുകൊടുക്കേണ്ടവരല്ല നമ്മൾ. ആരെല്ലാം നമ്മൾ തകർന്നെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മൾ തീർന്നു പോയെന്ന് പറഞ്ഞാലും, ആരെല്ലാം നമ്മൾ നശിച്ചെന്ന് പറഞ്ഞാലും, നമ്മൾ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം, നമ്മൾ സമ്മതിക്കാത്തടത്തോളം കാലം, നമ്മളെ തകർക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ തീർത്ത് കളയാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ! പവർ ജീസസ്. ആർക്കും കഴിയില്ല കർത്താവിനല്ലാതെ. നമ്മൾ സമ്മതിക്കാത്തടത്തോളം കാലം ആർക്കും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! അതുകൊണ്ട് കയറി വരണം, കയറി വരണം. കം ബാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! കർത്താവിന് വേണ്ടി നിൽക്കണം നീ. എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു വചനമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92-ാം അധ്യായം 10-ാം തിരുവചനം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92-ാം അധ്യായം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലമൊഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. പ്രിയപ്പെട്ടവർ, ഈ വചനം വായിക്കുമ്പോൾ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തിയെന്ന് പറയുമ്പോൾ വല്ലതും മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. വല്ല തേങ്ങയും മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ഇത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ചില ദൂതുകൾ വിശുദ്ധ ബൈബിളിൽ ദൈവവചനത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഒരു പേരും, ഒരു വ്യക്തിയും, ഒരു വസ്തുവും ഒന്നും വെറുതെ എഴുതി വെച്ചിട്ടില്ല. ബൈബിളിലുണ്ടോ, ദൈവവചനത്തിലുണ്ടോ, അതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! കണ്ടവിടെ പറയാണ്, അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തി. നിങ്ങളിനി ശ്രദ്ധിച്ചിരിക്കണം, എന്താ കർത്താവിൻ്റെ വചനം പറയുന്നതെന്നറിയോ? സിംഹം ശത്രുവിനെ കാണുമ്പോൾ തല പൊക്കും. പുലി ശത്രുവിനെ കാണുമ്പോൾ തല പൊക്കും. കടുവ ശത്രുവിനെ കാണുമ്പോൾ തല പൊക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാട്ടുപോത്ത് ശത്രുവിനെ കാണുമ്പോൾ തല കുനിക്കും. പ്രൈസ് ദി ലോർഡ്. കാട്ടുപോത്ത് ശത്രുവിനെ കാണുമ്പോൾ തല കുനിക്കും. ഹല്ലേലൂയ! സിംഹം ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു. പുലി ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു. കടുവ ശത്രുവിനെ കാണുമ്പോൾ തല ഉയർത്തുന്നു. ആന ശത്രുവിനെ കാണുമ്പോൾ തുമ്പിക്ക ഉയർത്തുന്നു. എന്നാൽ കാട്ടുപോത്ത് ശത്രുവിനെ കാണുമ്പോൾ തല കുനിക്കുന്നു. ഹല്ലേലൂയ! അവൻ തല കുനിക്കുന്നത് കണ്ടിട്ട് അവൻ തീർന്നു എന്നല്ല അത് കരുതേണ്ടത്. ഹല്ലേലൂയ! അവൻ തല കുനിക്കുന്നത് കണ്ടിട്ട് തീർന്നു എന്നല്ല. ഹല്ലേലൂയ! പ്രിയപ്പെട്ടവരെ, അവൻ തല കുനിക്കുന്നത് ഒന്നിനും വേണ്ടിയല്ല, തൻ്റെ ശത്രുക്കളെ തീർക്കാൻ വേണ്ടിയാണ് അവൻ തല കുനിക്കുന്നത്. ഹല്ലേലൂയ!
അവൻ തല കുനിച്ച് ഇങ്ങനെ ഒരു വരവ് വരും. അവൻ്റെ മുൻപിലുള്ള ശത്രുക്കളോർക്കും അവൻ തീർന്നു പോയെന്ന്, അവൻ ഇല്ലാതായെന്ന്, അവൻ ഇനി ഒരിക്കലും അവൻ്റെ തല പൊങ്ങില്ലെന്ന്. കാട്ടുപോത്ത് തല കുനിക്കുമ്പോർക്കും, പക്ഷേ കാട്ടുപോത്ത് തല കുനിക്കുന്നത് അവൻ അവസാനത്തെ കുനിക്കല, അവന്റെ മുൻപിലുള്ള ശത്രുവിനെ തീർക്കാനാ കാട്ടുപോത്ത് തല കുനിക്കുന്നത്. ഹല്ലേലൂയ. അവൻ തല കുനിച്ചൊരു വരവുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ തല എവിടെ കുനിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തല എവിടെ താഴ്ന്നു പോയിട്ടുണ്ടോ? നിങ്ങൾ എവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എവിടെ കരഞ്ഞിട്ടുണ്ടോ? ആരുടെ മുൻപിലാണ് നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവം നിന്നോട് പറയുകയാ, നീ തീരാനല്ല അത് സംഭവിച്ചത്. നീ ഇല്ലാതാവാനോ, നീ അപമാനിക്കപ്പെടാനോ, നീ നശിച്ചു പോകാനോ അല്ല അത് സംഭവിച്ചത്. നീ അവിടെ നിന്ന്, യെസ്, കാട്ടുപോത്തിന്റെ തല കുനിച്ചിട്ട് അവനൊരു എഴുന്നേൽപ്പുണ്ട്. ശത്രുവിന്റെ മുൻപിലേക്ക് ഒരു പരക്കം പാച്ചിലുണ്ട്. ഹല്ലേലൂയ. അവൻ ആ കൊമ്പുമായിട്ടൊരു കുലുക്കിയൊരു വരവുണ്ട്. എന്നിട്ട് പിന്നെ കുനിഞ്ഞ കാട്ടുപോത്ത് ആ കൊമ്പുമായിട്ട് ഉയരുന്നത് ശത്രുവിനെ കോർത്തുകൊണ്ടാ. ഹല്ലേലൂയ. ശത്രുവിനെ തകർത്തുകൊണ്ടാ കാട്ടുപോത്ത് എഴുന്നേൽക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ വചനം. അവിടെ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്, പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, കുതിക്കാൻ, വലിയ കുതിപ്പിലേക്കാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഓരോരുത്തരെയും ഈ വചനത്തിലൂടെ ദൈവം പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ? നമ്മൾ എഴുന്നേൽക്കണം കർത്താവിന് വേണ്ടി. നമ്മൾ എഴുന്നേൽക്കണം കർത്താവിന് വേണ്ടി. അഭിഷേകത്തോടെ നമ്മൾ നിൽക്കണം. ഉണ്ടോ? അവിടെ നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ തീർന്നു പോവോ? പ്രൈസ് ദി ലോർഡ്. നെവർ. തീരാനുള്ളവരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും അധികം നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിചാരിച്ചോ നാളെ അവരുടെ മുൻപിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. നാളെ അവരുടെ മുൻപിൽ നിന്നെ ദൈവം ഉയർത്തും, അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. യാതൊരു സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ചെയ്യും. അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനം. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ശുദ്രവിദ്യ ഫലിക്കുകയുമില്ല, ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമയമാണിത്. ദൈവം ഈജിപ്തിൽ നിന്ന് അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിൻ്റെതിന് തുല്യമായ ബലം അവർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? കാട്ടുപോത്തിൻ്റേത് പോലെയുള്ള തുല്യമായ ബലം അവർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ എന്താ വചനം പറയുന്നേ? ദൈവം
ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. സംഖ്യയുടെ പുസ്തകം 24:8. ദൈവം ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട്. ശത്രുജനതകളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവൻ്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും. അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട്. ഒന്ന് പറഞ്ഞേ, അവന് കാട്ടുപോത്തിൻ്റെ കരുത്തുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, ഹല്ലേലൂയ. ഇത് കർത്താവ് തരുന്നതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്ന അവിടെ തീരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നന്നാകുന്നത്, ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു മനുഷ്യൻ നന്നാവുന്നത് വേറൊരു മനുഷ്യന് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ആദ്യം എല്ലാ മേഖലയിലും ഉണ്ട്. എനിക്ക് തുറന്നു പറയാൻ ഒരു പരിധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ മേഖലയിലും ഉണ്ട്. എവിടെ നിങ്ങൾ ചോദിച്ചാൽ അതില്ലാത്ത സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. കോമ്പറ്റീഷനാ, അസൂയയാ, ഉശുമ്പ, അഹങ്കാരമാ. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ നന്നാവുന്നത് വേറൊരുത്തന് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി ഉയരുന്നത് വേറൊരു വ്യക്തിക്ക് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളോട് ചിലരൊക്കെ പറയും നമ്മൾ ചെയ്തത് ശരിയായില്ലെന്ന്. ഒരു പക്ഷേ നമ്മളെക്കാളും സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അത് വിശ്വസിച്ചു പോവും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വളരെ കുഞ്ഞുനാൾ മുതൽ അമ്മച്ചി എന്നെ പാട്ട് പാടാൻ വേണ്ടി കുടുംബയോഗത്തിലും ഇടവക പള്ളിയിലൊക്കെ കയറ്റുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പരിപാടികൾക്കൊക്കെ പാടുമായിരുന്നു. ഒരുപാട് പേര് കൈയടിക്കും. പക്ഷേ പള്ളിയിലെ പാട്ടുകാരൻ വന്നിട്ട് പറയും, നിൻ്റെ സ്വരം അത്ര പോരാ, അതങ്ങനെയല്ല പാടേണ്ടത്. ശരിക്കും നിനക്ക് പാടാനുള്ളൊരു ഇത് വന്നിട്ടില്ല. അപ്പോൾ ആരാ പറയുന്നത് സിസ്റ്ററെ? ആരാ പറയുന്നത്? പാട്ടുകാരനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ബാക്കിയുള്ള എല്ലാവരും നല്ലതാണ്, നന്നായെന്ന് പറയുമ്പോൾ സീനിയറായിട്ടുള്ള പാട്ടുകാരൻ പറയുകയാണ് നിൻ്റെ പാട്ട് കൊള്ളയല്ല. പ്രൈസ് ദി ലോർഡ്. പാവം ഞാൻ. പ്രൈസ് ദി ലോർഡ്. അയാൾ പറഞ്ഞത് 100% സത്യമെന്ന് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഞാൻ കുറച്ചടുത്തൊന്നും പാടാൻ പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. കർത്താവ് പഠിപ്പിച്ചു തന്നതിന് ശേഷം മനസ്സിലായി മനുഷ്യൻ്റെ അഭ്യാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നീട് കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഈ ആന്തരിക സൗഖ്യം അല്ലേ ഒരു മേഖലയാണ്. നമ്മുടെ ആത്മാവിലും മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ ചിന്തകളിലും ബോധമനസ്സിലൊക്കെ ഉള്ള മുറിവുകളെ ഉണക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗജന്യമായ ഒരു ദാനമാണ് ആന്തരിക സൗഖ്യം. മുറിവുണക്കും. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ നമുക്ക് ഇന്ന് എത്ര പ്രായമുണ്ട് അതുവരെയുള്ള സകല മുറിവുകളും വേദനകളും നൊമ്പരങ്ങളും ഉണക്കി ഒരിക്കലും ഓർക്കാത്ത വിധം ഒരു പുതിയ വ്യക്തിയാക്കി ദൈവം നമ്മളെ മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ആന്തരിക സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ധ്യാനകേന്ദ്രമേ ഉള്ളൂ, മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധ്യാനഗുരുക്കന്മാരാണ് മാത്യു നായ്ക്കമ്പറമ്പിലച്ഛനും പനക്കലച്ഛനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീയാണവര്. കേരള സഭയെയല്ല ലോകത്തെ പോലും തല കീഴ്മേൽ മറിക്കാൻ ദൈവം ഉപയോഗിച്ച വന്യ പുരോഹിതര്. പ്രൈസ് ദി ലോർഡ്. കൃപയുള്ള മനുഷ്യരാ നായ്ക്കമ്പറമ്പിലച്ഛനും പനക്കലച്ഛനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ഉയർന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കർത്താവിനെ അറിഞ്ഞത്, മാനസാന്തരപ്പെട്ടത്. എത്ര വിജാതീയരാണ്
മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നത്. എത്ര പെന്തക്കോസ്ത മറ്റ് സഭാ വിഭാഗങ്ങളിൽ പോയവർ തിരിച്ചു വന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ പറയുന്ന കാര്യമുണ്ട്, ആന്തരിക സൗഖ്യം. ഇതിനെക്കുറിച്ചൊരു ദിവസം തന്നെ ഉണ്ട് അവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ധ്യാന ഗുരുക്കന്മാർ വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലോ, പിന്നീടുള്ള സകല മുറിവുകളും ഒരിക്കലും തിരിച്ചു വരേല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അത് സ്വർഗം ചെയ്യുന്ന പ്രവൃത്തിയാ, അത് ദൈവം ചെയ്യുന്ന ഒരു സർജറിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് മനുഷ്യനാരെന്ന് എനിക്ക് മനസ്സിലായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം സിസ്റ്ററെ ഞാൻ പാടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാടാൻ തുടങ്ങി. ഹല്ലേലൂയ. പാട്ട് കൊള്ളാമെന്നും പറയും, കൊള്ളില്ലെന്നും പറയും. ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. കുറേ പേര് പറയും, ലിഫിൻ ബ്രദർ ഇതുപോലത്തെ ഒരു ധ്യാനം കൂടിയിട്ടില്ല. വേറെ ചിലർ പറയും അവൻ അഹങ്കാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, നെഗറ്റീവ് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ അഹങ്കാരികളാണെന്ന് ആരെങ്കിലും നമ്മെ നോക്കി പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതെ മറ്റുള്ളവരോട് പറയുന്നുണ്ടെങ്കിൽ, ഓർത്തോ, നമ്മൾ ഈ പറയുന്നവരെക്കാളും ഉയരങ്ങളിലാണ്. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരെക്കാളും ഉയരങ്ങളിലായതുകൊണ്ട് അവർ നമ്മളെ നോക്കി അഹങ്കാരികളെന്നും നമ്മൾ ശരിയല്ലെന്നും പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാൻ കാരണം എന്താ? ഒരുപക്ഷെ സീനിയർ ആയിരിക്കാം, പക്ഷെ പറയുന്നത് എന്താ? അവൻ ഇത്രയും വർഷമായിട്ടും ചെയ്തിട്ടും ശരിയാകാത്ത കാര്യം ഇന്നലെ വന്ന നമ്മൾ നിസ്സാരമായി ചെയ്യുന്നു. അംഗീകരിക്കാൻ പറ്റുമോ? സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മായിയമ്മയും മരുമോളും പോലെ. പ്രൈസ് ദി ലോർഡ്. ഒരു കറി മരുമോൾ ഉണ്ടാക്കിയ പിന്നെ അമ്മായിയമ്മ പ്രൈസ് ദി ലോർഡ് അടുക്കളയുടെ താക്കോലെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ നന്നാവുന്നത് വേറൊരാൾക്ക് ഇഷ്ടമല്ല, വേറൊരാൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ശരിയല്ലെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്തേക്കണം, ഈ പറയുന്നവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് നമ്മുടെ തകർച്ചയാണ് ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മറ്റൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും ഉണ്ട് ഇത്, എല്ലായിടത്തും. ഇതില്ലാത്ത സ്ഥലങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണുകയാണല്ലേ, ഇപ്പോൾ കത്തോലിക്ക സഭയെ ഒത്തിരി അപമാനത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോവുക. നമുക്കറിയാം, എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, വൈദികർ സമരത്തിനിരിക്കുക, പ്രശ്നങ്ങളുണ്ടാക്കുക. നമ്മൾ വൈദികർക്ക് വേണ്ടി, കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി, അൽമായർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കത്തോലിക്ക സഭയെ നോക്കി പലരും ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയാണ് വൈദികരെ, സന്യസ്തരെ, അൽമായരൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നിറങ്ങുന്ന സിനിമകൾ പോലും അങ്ങനെയാണ്. ഇന്നിറങ്ങുന്ന സിനിമകൾ പോലും കർത്താവിനെയും സഭയെയും നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സിനൊക്കെ താറടിച്ച് കാണിച്ച് നമ്മുടെ വിശ്വാസ സത്യങ്ങളെ, വിശ്വാസ പാരമ്പര്യങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന വിധത്തിൽ അങ്ങനെ നമ്മുടെ ക്രൈസ്തവ സമുദായത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമ്മൾ ആ പടം പോയി കണ്ട് വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപഹാസ്യമായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നമ്മൾ മാറിക്കൊടുക്കേണ്ടവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കണം. കർത്താവിന് നമ്മളെ ആവശ്യമുണ്ട്. കർത്താവിന് നമ്മളെ
ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശത്തിന് പോകാൻ കർത്താവ് തിരഞ്ഞെടുത്തത് BMW കാറാണോ, ബെൻസാണോ, ലംബോർഗിനി ആണോ, ജാഗ്വർ ആണോ, ഒട്ടകമാണോ, ആട്ടിൻകുട്ടിയാണോ, ആനയാണോ, കുതിരയാണോ, പിന്നെ കഴുതയോ? രാജാക്കന്മാരുടെ രാജാവെന്ന് പറയുന്നവൻ ജെറുസലേമിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത് ആരെയാ? കഴുതയാ. അവിടെ ഒരു മെസ്സേജ് ദൈവം തരുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ ലോകത്തിൻ്റെ മുൻപിൽ കഴുത എന്നും കഴുതയാ. പക്ഷേ കർത്താവ് പറയുക, ലോകം നിന്നെ കഴുതയെന്ന് വിളിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട കഴുതേ, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ പൊന്നോമന കുട്ടനാണ്. ഈ ലോകം കഴുതയെന്ന് വിളിച്ചാലും എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. ലോകം തള്ളിക്കളഞ്ഞതിന് കർത്താവിന് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം തള്ളിക്കളയാതെ കർത്താവ് ഏറ്റെടുക്കല. അത് മനസ്സിലാക്കിയേക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം തള്ളിക്കളയാതെ കർത്താവ് ഏറ്റെടുക്കല. പ്രൈസ് ദി ലോർഡ്. അല്ലേ? കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ മനോഹരമായ ഒരു വചനമുണ്ട്. എന്താണ്? വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ തക്കവിധം ലോകദൃഷ്ടിയിൽ ദൈവം ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. ദൈവം ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജ്ഞാനികൾ മധ്യത്തിൽ വിഡ്ഢിയാമെന്നെയും വിളിച്ചത് അത്ഭുതമേ. ജ്ഞാനിതൻ മധ്യത്തിൽ വിഡ്ഢിയാമെന്നെയും ഉയർത്തിയത് അത്ഭുതമേ. ഞാനിതിനൊന്നും യോഗ്യനേയല്ല, ഇത് കൃപയല്ലാതൊന്നുമേ അല്ല. യെസ്, നമ്മൾ ഇതിനൊന്നും ഒരു യോഗ്യതയും നമുക്ക് നേടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു യോഗ്യതയും നേടിയിട്ടില്ല. നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മളുടെ കരബലം കൊണ്ടോ, നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ടോ, നമ്മുടെ പവർ കൊണ്ടോ, നമ്മുടെ കുടുംബ മഹിമയോ തറവാടുത്തം കൊണ്ടോ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അഹങ്കരിച്ചാൽ നമ്മൾ അപ്പോൾ താഴെ വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ കരയുന്ന ഒരാളാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ആരും കാണാതെ കരയുന്ന ഒരാളാണ്. അതിനുവേണ്ടി ആ സമയം മാറ്റി വെക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. വാവിട്ട് ഞാൻ നിലവിളിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയോ? കർത്താവേ, ഞങ്ങളൊന്നുമല്ല, എല്ലാം നിൻ്റെ ദാനമാണ്, എല്ലാം നിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നായിക്കമ്പറമ്പിൽ അച്ഛനെ, പനക്കലച്ഛനെ. പ്രൈസ് ദി ലോർഡ്. ഇത്രമാത്രം എളിമയുള്ള ധ്യാന ഗുരുക്കന്മാർ. പ്രൈസ് ദി ലോർഡ്. അവർ കേരളത്തെയല്ല, ലോകത്തെ മുഴുവൻ തലകീഴ്മേൽ മറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ലോകം മുഴുവനും, ലോകത്തിലെ പല രാജ്യങ്ങളിലുമായി 5 ഭൂഖണ്ഡങ്ങളിലായി 85ഓളം ധ്യാന കേന്ദ്രങ്ങൾ ഈ നൂറ്റാണ്ടിൽ വിൻസെൻഷൻ സഭയിലൂടെ ദൈവം പണിതുയർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ശുശ്രൂഷ. 10,000ങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടാനുകോടി ആത്മാക്കളാണ് രക്ഷിക്കപ്പെട്ടത് ഈ പ്രിയ വൈദികരിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട്
പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ പലരും പുറകോട്ട് വലിക്കാൻ ശ്രമിക്കും, നമ്മളെ ഇല്ലാതാക്കാൻ നോക്കും. നമ്മൾ പോവരുത്. പ്രൈസ് ദി ലോർഡ്. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനം. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനം ശ്രദ്ധിച്ച് നിങ്ങൾ വായിക്കണം. ഈ വചനം: വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. ഒന്ന് പറഞ്ഞ എല്ലാവരും, വൃക്ഷത്തിന് എന്തുണ്ട്? പ്രത്യാശയുണ്ട്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്താണ് വൃക്ഷത്തിന്റെ പ്രത്യാശ? മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിന്റെ വേരുകൾ മണ്ണിനിടയിൽ പഴകിപ്പോയാലും, അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വെള്ളത്തിന്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്തിനാണ് ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ ഇത് എഴുതിയിട്ടിരിക്കുന്നതെന്നറിയോ? നമുക്ക് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. മനുഷ്യൻ എന്തില്ല? പ്രത്യാശയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2024 പോയി, 2025 പറയാനില്ല. 2024 പോയി, ഇനി 2025 കുറിച്ച് ചിന്തിക്കാനേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായി തീരുമാനിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്ത് പറയുന്നോ അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ തകർന്നു എന്നാണ് പറയുന്നതെങ്കിൽ അത് തന്നെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ ഞാൻ തകർന്നിട്ടില്ല, ഞാൻ ഉയരും എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് എന്തോ അത് സംഭവിക്കും. അതുകൊണ്ട് പറയേണ്ടതുപോലെ പറയേണ്ടവനോട് പറയാൻ തയ്യാറായാൽ ചെയ്യേണ്ടവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ തയ്യാറാകും. ഹല്ലേലൂയ. പറയേണ്ട സമയത്ത് പറയേണ്ടവനോട് പറയാൻ നീ തയ്യാറായാൽ ചെയ്യേണ്ടവൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ തയ്യാറാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി സ്പർശിച്ചൊരു വചനമാണ്. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും. കണ്ടോ? വൃക്ഷത്തിന് മുറിച്ച് കളഞ്ഞാൽ അത് വീണ്ടും തളിർത്ത് വരിക. എന്നിട്ട് എന്താ പറയുന്നത്? അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അത് തളിർക്കുക മാത്രമല്ല, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. എന്താണ് കർത്താവ് ഈ വൃക്ഷം കാണിച്ചിട്ട് നമ്മളോട് പറയുന്നത്? എന്താണെന്നറിയോ? വൃക്ഷം മുറിക്കുന്നത് പോലെ നമ്മളെ മുറിക്കാൻ പലരുമുണ്ടാകും. നമ്മളെ അറുത്തു മുറിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ മുറിപ്പെടുത്താൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മളെ തകർക്കാൻ പലരും ഉണ്ടാകും. വൃക്ഷം മുറിക്കാൻ പലരും ഉണ്ടാകുന്നത് പോലെ. പക്ഷേ വൃക്ഷം മുറിച്ചതോടെ വൃക്ഷത്തിൻ്റെ ആയുസ് തീർന്നെന്ന് കരുതി വൃക്ഷം വെട്ടിയവൻ പോകുമ്പോൾ മുറിച്ചെടുത്ത് നിന്ന്, മുറിയപ്പെട്ട ആ ഇടത്ത് നിന്ന് വൃക്ഷം തളിർത്തു തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ എവിടെ മുറിയപ്പെട്ടോ, നീ എവിടെയാണോ മുറിയപ്പെട്ടത്, ആരാണോ നിന്നെ മുറിപ്പെടുത്തിയത്, അവരുടെ മുൻപിൽ നീ തളിർക്കണം. അവരുടെ മുൻപിൽ നീ മുളയ്ക്കണം. അവരുടെ മുൻപിൽ നിന്റെ ശാഖ പൊട്ടി പുറപ്പെടണം. വളർന്ന് വലുതാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വൃക്ഷത്തെയും മുറിച്ചാൽ തീർക്കാൻ പറ്റില്ല. മുറിച്ചെടുത്ത് നിന്ന് അത് തളിർക്കും. അവിടെ നിന്ന് അതിൻ്റെ ശാഖകൾ പൊട്ടി പുറപ്പെടും. ഹല്ലേലൂയ. അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, കണ്ടോ, അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും, വേര് മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ
അത് തളിർക്കുകയും ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ, അതിൻ്റെ കുറ്റി, അതായത് വേര് മണ്ണിൽ കെട്ടുപോയാലും, അതായത് നമ്മൾ വേരോടെ പിഴുതെറിഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, വേരോടെ പിഴുതെറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ഇല്ല. അങ്ങനെ പിഴുതെറിഞ്ഞാലും ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അവിടെ നിന്ന് തളർത്തു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു തരുന്നത്, വർഷങ്ങൾക്ക് മുന്നേ ആലപ്പുഴ ജില്ലയെ കിടുകിട വിറപ്പിച്ച വലിയൊരു ഗുണ്ടയുണ്ടായിരുന്നു, ഇറച്ചി ആൽബി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അദ്ദേഹം എൻ്റെ വലിയൊരു സുഹൃത്താണ്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ നിന്ന ആലപ്പുഴ നിശ്ചലമാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തൊട്ടു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംഘം ആളുകൾ വടിവാളും കത്തിയും കമ്പിയും കൊണ്ടുവന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു, വേരോടെ പിഴുതെറിഞ്ഞ് ചത്തെന്ന് കരുതിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുതികാല് വരെ വെട്ടി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും എഴുന്നേക്കല, മരിച്ചെന്ന് കരുതിയാ പോയേ. പക്ഷെ ജീവനുണ്ടായിരുന്നു. ജീവൻ കിട്ടിയാലും ഒരു കാലത്തും ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധമാക്കിയിട്ട് പോയേ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്താണെന്നറിയോ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വേര് പോലും പിഴുതെറിഞ്ഞാലും അവിടെ നിന്ന് ഞാൻ മുളപ്പിക്കും, അവിടെ നിന്ന് ഞാൻ തളിർപ്പിക്കും. ചെടി പോലെ നിന്റെ ശാഖകള് പൊട്ടി പുറപ്പെടും. അവിടെ നിന്ന് നീ വളരും, വളർന്ന് ഉയരങ്ങളിലേക്ക് നീ പോകും. ഹല്ലേലൂയ. ഇന്ന് പ്രിയപ്പെട്ടവരെ, ആൽബി ചേട്ടനിലൂടെ ഒത്തിരി ആത്മാക്കൾ കർത്താവിനെ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പ്രായമായ അപ്പച്ചന്മാരെ നോക്കുന്ന ഒരു സെന്ററും അദ്ദേഹത്തിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകം മുഴുവൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായി അദ്ദേഹം ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെട്ടി മാറ്റിയാലും തീർക്കാൻ പറ്റാത്തത് കർത്താവിൻ്റെ മക്കളെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം നോക്കുമ്പോൾ തീർന്നെന്ന് കരുതും. ഈ ലോകം നോക്കുമ്പോൾ തീർന്നെന്ന് കരുതും. കാരണം ഈ ലോകത്തിന് ശാന്തത എന്തെന്നറിയില്ല. ഈ ലോകത്തിന് നിശബ്ദത എന്തെന്നറിയില്ല. നിശബ്ദത ദൈവത്തിൻ്റെ മക്കൾക്ക് അറിയാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകനോട് പറഞ്ഞു, ജസബലിലൂടെ ഏലിയ പ്രവാചകനെ കൊല്ലാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ഏലിയ പ്രവാചകനോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഏലിയ നീ ഒളിച്ച് താമസിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. തരുവിക്കടുത്ത് നീ പോയി ഒളിച്ച് താമസിക്കുക. നിനക്ക് ഭക്ഷണവും വെള്ളവും തരാൻ ഞാൻ കാക്കകളെ നിയോഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കാറ്ററിംഗ് സർവീസ് അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലിയ പ്രവാചകന് കാക്കകളാണ് ഭക്ഷണവും വെള്ളവും കൊടുത്തത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ കാറ്ററിംഗ് സർവീസ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒളിച്ച് താമസിക്കാൻ ആരാ പറഞ്ഞേ? കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സമയങ്ങളിൽ ശാന്തമാകാൻ കർത്താവ് പറയും. ശത്രുവിനറിയില്ല. പ്രൈസ് ദി ലോർഡ്. സൈലന്റ് ഈസ് എ പവർഫുൾ വെപ്പൺ. ഹല്ലേലൂയ. നിശബ്ദത ഏറ്റവും വലിയൊരു ആയുധമാണ്. ശത്രു വിചാരിക്കും നീ തീർന്നു പോയെന്ന്, നീ ഇനി പൊങ്ങില്ലെന്ന്, നീ ഇനി തിരിച്ചു വരില്ലെന്ന് ശത്രു വിചാരിക്കും. കാരണം ഈ ലോകത്തിന് നിശബ്ദത എന്തെന്നറിയില്ല. ഈ ലോകത്തിന് ഒന്നടിച്ച തിരിച്ചടിക്കാനേ അറിയാൻ പാടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം പറയുന്നത് ഒന്ന് തന്നാൽ രണ്ടെണ്ണം കൊടുക്കണം. അങ്ങനെയുള്ളവനാണ് ധീരതയുള്ളവൻ, അങ്ങനെയുള്ളവനാണ് ആണെന്ന് ലോകം പറയും. പക്ഷേ അതല്ല. ഈ കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് കാണിച്ചെന്നൊരു മാതൃകയുണ്ട്. അവനെ പട്ടിയെപ്പോലെ തല്ലിയിട്ടും ചാട്ടവാറ് കൊണ്ട് അടിച്ചിട്ടും മുഖത്ത് തുപ്പിയിട്ടും അവൻ്റെ കരണത്തടിച്ചിട്ടും അവൻ്റെ ശിരസിലേക്ക്
മേലേക്ക് മുള്ളുകൾ കൊണ്ടുള്ള മുൾമുടി ഇറക്കിയപ്പോഴും അവന് ഭാരമുള്ള കുരിശും ചുമലിലേറ്റി ഗാഗുൽത്ത മലയിലേക്ക്, കാൽവരിയിലേക്ക് അവൻ യാത്രയായപ്പോഴും അവിടെ വെച്ച് പരിശുദ്ധ അമ്മ നെയ്തു കൊടുത്ത ആ വസ്ത്രം പറിച്ചെടുത്തപ്പോൾ, ഉരിഞ്ഞെടുത്തപ്പോൾ അനുഭവിച്ച വേദനയും പ്രിയപ്പെട്ടവർ അവൻ സഹിച്ചത് എന്തിനാണെന്നറിയോ? അവൻ പേടിച്ചിട്ടല്ല, ഈ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ശക്തനായവനായതുകൊണ്ടാണ്. ഈ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ പോരാളിയാണ് ജീസസ്, യേശു. ഈ ലോകത്തിലെ ഏറ്റവും ശക്തർക്ക് മാത്രമേ സഹിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അടിച്ചാൽ തിരിച്ചടിക്കുന്നത് അതല്ല പവർ, അതല്ല ധൈര്യം. നിന്നെ അടിക്കുമ്പോ നിന്നു കൊള്ളുന്നുണ്ടോ? നിന്നെ പറയുമ്പോ മിണ്ടാതെ നീ കേൾക്കുന്നുണ്ടോ? അതാണ് ധീരത, അതാണ് ചങ്കൂറ്റം, അതാണ് അഭിഷേകം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നമ്മൾ മുളക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുകയാണ് മക്കളെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തീർന്നു പോവേണ്ടവരല്ല, നമ്മളില്ലാതായി പോവേണ്ടവരല്ല. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ഒരു പുതിയ വ്യക്തിയായി. ഇനി ഞാൻ പഴയ ആളല്ല, ഞാനൊരു പുതിയ മനുഷ്യനാണ്. പുതിയ മനുഷ്യനാണ്. സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ പഴയ അഗസ്റ്റിനല്ല, ആ അഗസ്റ്റിൻ മരിച്ചുപോയി. ഇപ്പോൾ ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചൊരു പുതിയ അഗസ്റ്റീനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അങ്ങനെ ഒരു പുതിയ വ്യക്തിയായി നമ്മൾ മാറണം. പുതിയ കൃപകളും പുതിയ അഭിഷേകവും പുതിയ ശക്തിയും നൽകാൻ ദൈവം തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവേ നന്ദി. ഹബൂഖ് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനം. ഹബൂഖ് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 തിരുവചനം. അത്തിവൃക്ഷം പൂത്തില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുകയാണ്, ഒന്നുമില്ലെങ്കിലും സന്തോഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിന് ആവശ്യം. അതാണ് ദൈവം നോക്കുന്നത്. അതാണ് കർത്താവിൻ്റെ മക്കളുടെ അവകാശം. ഇരു കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, എൻ്റെ കർത്താവേ, ഈ പുതിയ വർഷത്തിൽ, ഈ 2025 വർഷത്തിൽ ഞാൻ ഇതുവരെ കാണാത്തത്, ഇതുവരെ കേൾക്കാത്തത്, ഇതുവരെ അറിയാത്തത്, ഇതുവരെ പ്രാപിക്കാത്തത്, അനുഭവിക്കാത്തത് എൻ്റെ മേൽ പകരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി ഇരു കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ആദരം തുറന്ന് വിളിക്കട്ടെ. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം എല്ലാ മക്കളുടെ മേൽ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഇതുവരെ കേൾക്കാത്ത ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം അനേക മക്കളുടെ മേൽ കർത്താവേ തൊടണമേ. അനേകരെ മാനസാന്തരപ്പെടുത്തണമേ, രൂപാന്തരപ്പെടുത്തണമേ. ദൈവത്തിന്റെ സ്നേഹത്താല്, ദൈവവചനത്തിൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ, ശക്തി നൽകണമേ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ജീസസ്. കൈകളടിക്കാം.
വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സംശയിക്കാത്ത പ്രവൃത്തിയെന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് യേശു ചെയ്യാൻ പോകുന്നു. പ്രവൃത്തിയൊന്ന് യേശു ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, ജീവിത പങ്കാളിയെ, നമ്മുടെ അധികാരികളെ, നമ്മുടെ സഭാ സമൂഹങ്ങളെ, സഭാ സംവിധാനങ്ങളെ, തിരുസഭയെ, നമ്മുടെ വൈദികരെ, സന്യസ്തരെ, അൽമായരെ, ലോകം മുഴുവനെ കർത്താവ് പൊതിഞ്ഞു പിടിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.